ഹൈക്കോടതി അസിസ്റ്റന്റ് ജോബ് കേരള ഗവൺമെന്റ് ജോലി അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ഒരു കമന്റ് കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് വരികയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതൊരു ഗവൺമെന്റ് ജോലിയാണോ, അല്ലെങ്കിൽ ഇതിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, കേരള ഗവൺമെന്റ് ജോലിക്ക് സമാനമായ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഈ ഒരു ജോലി കിട്ടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. മക്കളെ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഹൈക്കോടതി അസിസ്റ്റന്റ് പോസ്റ്റ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഒരു ഗവൺമെന്റ് പോസ്റ്റ് അല്ല. അതിന്റെ കാരണം ഈ എക്സാം നടത്തുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല. ഒരു കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ ആ എക്സാം നടത്തേണ്ടത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. പക്ഷേ ഈ എക്സാം നടത്തുന്നത് കേരള ഹൈക്കോടതി നേരിട്ടാണ്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റൽ ജോബ് ആയിട്ട് എന്തിനെ കാണാൻ കഴിയില്ല, ഹൈക്കോടതി അസിസ്റ്റന്റിനെ കാണാൻ കഴിയില്ല. പക്ഷേ ഇതൊരു കേരള ഹൈക്കോടതി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ വരുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്ന കേരളത്തിലെ നിലവിലുള്ള സർക്കാർ സ്കീമുകൾക്ക് കീഴിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ആർക്കും കിട്ടുന്നുണ്ട്. ഹൈക്കോടതി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ ജോലിക്ക് കയറുന്ന ഒരു എംപ്ലോയിക്ക് കിട്ടും. അതായത് നമുക്ക് ഇതിനെ ഒന്ന് ഇക്വലൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് കീഴിൽ വരുന്ന ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഉണ്ടല്ലോ, ആ പരീക്ഷയോടാണ് നമുക്ക് ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയെ ഒന്ന് തുലനം ചെയ്യാൻ പറ്റുക. എന്തൊക്കെയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് പോസ്റ്റിൽ കിട്ടുക? അവിടെ ഒരു ബേസിക് പേ ഉണ്ട്. അതേപോലെ തന്നെ ഹൈക്കോടതി അസിസ്റ്റന്റ് ഒരു ബേസിക് പേ ഉണ്ട്. 39,300 എന്ന് പറയുന്ന ബേസിക് പേയിലാണ് ഹൈക്കോടതി അസിസ്റ്റന്റ് സാലറി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനൊരു മാക്സിമം വേജും ഉണ്ടാവും, മിനിമം വേജും ഉണ്ടാവും. ഇനി നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ പ്രൊമോഷൻസ് കിട്ടും അല്ലേ. ഇവിടുന്ന് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റിലേക്ക് പോകും, അതിനുശേഷം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിലേക്ക് പോകും, സെക്ഷൻ ഓഫീസറിലേക്ക് പോകും, അങ്ങനെ പ്രൊമോട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു മാറ്റം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, അതായത് പേരിലുള്ള ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റിലും എന്ത് വരുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഇതേപോലെ സീനിയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകൾ നിങ്ങൾക്ക് അവിടെയും കിട്ടും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവിടെ കിട്ടുന്നത് പോലത്തെ അലവൻസുകളായിക്കോട്ടെ, നിങ്ങൾക്ക് സ്പെഷ്യൽ ഇൻക്രിമെന്റുകളായിക്കോട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റിനും സെയിം ആയിട്ട് തന്നെയാണ് വരിക. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഇത് രണ്ടും തമ്മിലുള്ള പ്രത്യേകതയുള്ളത്, ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ട്രേഡ് യൂണിയനുകൾ, അസോസിയേഷനുകളൊക്കെ അതിൻ്റെയൊക്കെ സ്വാധീനം വരുന്നുണ്ട്. ഏതെങ്കിലും ഒക്കെ പാർട്ടി ബേസിലുള്ള അസോസിയേഷനുകളുടെ ഭാഗമാവുകയോ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫറുകളും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ മാറ്റങ്ങളും ഇങ്ങനെയൊക്കെ ഓരോ ഭരണസമിതി മാറുമ്പോഴും ഓരോ സർക്കാരുകൾ മാറുമ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷേ കേരള ഹൈക്കോടതി അസിസ്റ്റന്റിൽ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവില്ല. കാരണം അവിടെ അസോസിയേഷനുകൾക്ക് പ്രാധാന്യമില്ല. ട്രേഡ് യൂണിയനുകളോ അസോസിയേഷനുകളോ ഒന്നും തന്നെ അവിടെ ആക്റ്റീവായിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് സമാധാനപരമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റ് എന്ന് പറയുക. പിന്നെ ഒരു വ്യത്യാസം, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുക, ഏറ്റവും കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിയമനം വരിക കേരള സെക്രട്ടേറിയറ്റിലേക്കായിരിക്കും. അത് തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടേറിയറ്റ് ആണ്. അതേപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അതുമായി ബന്ധപ്പെട്ട ജോലി കിട്ടാം, അതും ഇവിടെ തന്നെയാണ്. കൂടുതൽ നിയമനം കിട്ടുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഇനി നിയമസഭയിലേക്ക് നിയമനം കിട്ടാം, അതും നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് കൂടുതൽ വരിക. പിന്നെ ഇത് കൂടാതെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഇപ്പം ജില്ലാ തലത്തിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകളിലേക്കോ അല്ലെങ്കിൽ AG ഓഫീസിലേക്കോ ഒക്കെയാണ് അതിന് പുറമെ ജോലി കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പം കൂടുതൽ വേക്കൻസികളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പക്ഷേ കേരള ഹൈക്കോടതി അസിസ്റ്റന്റിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ വേക്കൻസികളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എറണാകുളത്ത് മാത്രമാണ് കേരള ഹൈക്കോടതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികളും റിപ്പോർട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇത് തമ്മിലുണ്ട് എന്നുള്ളതാണ്. പിന്നീട് വേക്കൻസികളുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിൽ ഒരു 350-400 വേക്കൻസികൾ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹൈക്കോടതി അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു 70-80 വരെയൊക്കെയാണ് മാക്സിമം വേക്കൻസികൾ പോകാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ ഒരു 60-65ഓളം വേക്കൻസികൾ അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇനിയും അതൊരു 80ലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം 2 വർഷം കൂടുമ്പോഴാണ് ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാം നടക്കുക. 2 വർഷമാണ് കാലാവധി. സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ 3 വർഷമായിരിക്കും കാലാവധി. സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ പരീക്ഷാ ഫീസ് ഉണ്ടായിരിക്കില്ല. ഹൈക്കോടതി അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ എക്സാമിനേഷൻ ഫീസും ഉണ്ടായിരിക്കും. ഇപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം. ആനുകൂല്യങ്ങളെല്ലാം സെയിം ആണ്. സർക്കാർ ജോലി അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കാതിരിക്കരുത്. കാരണം ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നടത്തുന്ന എക്സാം തന്നെയാണ്. ഒരു സർക്കാർ ജോലിയുടെ എല്ലാ ആനുകൂല്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ഹൈക്കോടതിനും കിട്ടുന്നുണ്ട്. ഇനി നിയമനങ്ങൾ കുറവാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ, അതായത് കുട്ടികൾ എക്സാമിനേഷൻ എഴുതുന്നവരുടെ എണ്ണത്തിലും ഇവിടെ കുറവ് വരും. കാരണം ഈ ജോലി എറണാകുളത്ത് മാത്രം കിട്ടുന്ന ജോലിയാണ്. അപ്പോൾ അതിൽ കുറേ ആളുകൾ മാറാൻ സാധ്യതയുണ്ട്. എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾ ഇത് എഴുതാതിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിൽ ഒരു 4 ലക്ഷം പേരൊക്കെ ആയിരിക്കും പ്രിലിമിനറി പരീക്ഷ എഴുതുക. പക്ഷേ നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ ഒരു 1.5 ലക്ഷം പേര് മാത്രമേ ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും കോമ്പറ്റീഷൻ ലെവലിൽ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നീട്
സെക്കൻഡറി അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെ പ്രിലിമിനറി എക്സാമും അതിനുശേഷം മെയിൻസ് എക്സാമും അതിനുശേഷം ഇന്റർവ്യൂവാണുള്ളത്. അതായത് പ്രിലിംസ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് എക്സാമിലേക്ക് പോകാൻ പറ്റുള്ളൂ, മെയിൻസ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പാറ്റേണിൽ ഒരു വ്യത്യാസമുണ്ട്. ഓബ്ജക്റ്റീവ് എക്സാമിനേഷനും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനുമായിട്ട് മാറും. ഇവിടെ പ്രിലിംസും മെയിൻസും ഉണ്ടാവില്ല. അതായത് ആദ്യം ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ നടക്കുകയാണ്. ഇതേ ദിവസം തന്നെ ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ എപ്പോഴാണോ കഴിയുക അപ്പോൾ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും ആരംഭിക്കും, ഒരേ ദിവസം തന്നെ. അതായത് ഇന്ന് 10 മണിക്കാണ് ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ വിചാരിക്കുക. 10 മുതൽ 11:15 വരെയുള്ള 1.25 മണിക്കൂറിൽ 100 ചോദ്യങ്ങളാണ് ഓബ്ജക്റ്റീവ് എക്സാമിന് ഉണ്ടാവുക. ഇവിടെ 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷിനാണ് ഇവിടെ കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. രണ്ടാമത് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആണ്, 40 ചോദ്യങ്ങൾ വരും. പിന്നീട് 10 ചോദ്യങ്ങൾ മാത്സിൽ നിന്നാണ് വരിക. ഇതാണ് ഓബ്ജക്റ്റീവ് എക്സാമിനേഷന്റെ പാറ്റേൺ. ഇനി ഈ 11:15 ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 1 മണിക്കൂറിന്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആരംഭിക്കും. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ അതിൽ മെയിനായിട്ടും അവിടെയും ഇംഗ്ലീഷ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഷോർട്ട് എസ്സേസ്, അതേപോലെ തന്നെ നമ്മുടെ ആൻസേഴ്സ് ചുരുക്കി എഴുതാനായിട്ടുള്ളത്, വലിയൊരു പാസേജ് തന്നിട്ട് അതിനെ ചുരുക്കിയുള്ള പാസേജുകളാക്കി എഴുതാനുള്ളത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വരിക. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇന്റർവ്യൂ. ഇതിന്റെ 3ന്റെയും കൂടി മാർക്ക്, ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇന്റർവ്യൂ, ഇതിന്റെ 3ന്റെയും കൂടെ മാർക്ക് ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മാർക്ക് വരിക. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എലിജിബിൾ ആവണം, അതായത് ഇവാലുവേഷന് എലിജിബിൾ ആകണമെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റീവ് എക്സാമിന് ഒരു മിനിമം കട്ട് ഓഫ് ക്ലിയർ ചെയ്തിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് എക്സാമിനേഷൻ പാറ്റേൺ വരിക. അപ്പൊ ഇതിന്റെ 3ന്റെയും കൂടി മാർക്ക് ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം വരിക. അപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റും ഹൈക്കോർട്ട് അസിസ്റ്റന്റും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സാമിനേഷൻ പാറ്റേണിലും എക്സാമിനേഷൻ ഫീലും എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണത്തിലുമുള്ള വ്യത്യാസമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ നിങ്ങളൊരു സർക്കാർ ജോലി എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും ഹൈക്കോടതിയിലും വർക്ക് ചെയ്യുക. അത്യാവശ്യം സമാധാനപരമായിട്ട് നമ്മുടെ എറണാകുളത്ത് തന്നെ ജീവിതകാലം മുഴുവനും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജോലിയുടെ പ്രത്യേകതകൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റ് ജോലിയാണോ എന്നുള്ള ആശങ്കയല്ല, ഗവൺമെന്റ് ജോലി തന്നെയാണ്. പക്ഷേ കേരള ഗവൺമെന്റിന്റെ കീഴിലല്ല, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള ഹൈക്കോടതിയാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം മാത്രം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇതിന്റെ എക്സാംസിന്റെയും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കും. നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 10 മാസത്തിനുള്ളിൽ തന്നെ പ്രൊസീജിയർ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി ഹൈക്കോർട്ട് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഏറ്റവും അടുത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലൂടെ ഓൾറെഡി വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, കൃത്യമായിട്ട് പാറ്റേൺ മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓരോ ദിവസവും എത്രത്തോളം സമയം കൂടുതൽ എഫോർട്ട് ഇടാമോ അത്രത്തോളം സമയം കൂടുതൽ എഫോർട്ട് ഇടുക. 2027 നിങ്ങൾ ഈ ഒരു ജോലി ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്നുകൂടി മാത്രമായിരിക്കും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ബാച്ച് 250 എന്ന് പറയുന്ന ഒരു ബൗണ്ടറി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബാച്ച് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8281223366 പറയുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തോടാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും, അതൊന്ന് ഫില്ല് ചെയ്തോ. നമുക്ക് ഒരുമിച്ച് പോവാം. ഒരുമിച്ച് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമുക്ക് ക്ലാസ്സിൽ കാണാം.